നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി രാവിലെ കുളിച്ചിട്ട് വന്ന ഞാനാണ് വീർത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് വെയിലും ചൂടും. അപ്പോൾ ഇന്നത്തെ പരിപാടി എൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആട്ടോ. എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ്. ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓണായി വന്നു, അല്ലെങ്കിൽ ഓണായി വരില്ല. ചില സമയങ്ങളിൽ അത് ഓണായി വരുന്നില്ല. അപ്പോൾ ഞാൻ ബാബാസിലൊന്ന് കാണിക്കാൻ നേരത്തെ, എന്നിട്ട് അവർ ചിലപ്പോൾ അവർ ക്ലിയർ ചെയ്ത് തരും. അല്ല എങ്കിൽ സോണിയുടെ സർവീസ് സെൻറ്ററിൽ സോണിയുടെ ക്യാമറ ആട്ടോ, അപ്പോൾ സോണിയുടെ സർവീസ് സെൻറ്ററിൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. വേദയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണം പൊങ്കാലയ്ക്ക് ഇടാനായിട്ട്. അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയാണ്. കുറേ ഏറെ കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് ഹെയർ കളറിങ്ങിന് പോയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഒത്തിരി ലേറ്റായി. അതിൻ്റെ നാളത്തേക്കെങ്ങാനും മാറ്റി വയ്ക്കാം. അങ്ങനെ കുറച്ചേറെ പരിപാടികളായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഫസ്റ്റ് ക്യാമറ അതൊന്ന് ശരിയാക്കാം. എനിക്ക് പൊങ്കാല വീഡിയോസൊക്കെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നാണ് കരുതുന്നത്. ഇനി വലിയ കംപ്ലൈൻ്റ് ആണെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. എങ്കിലും ഫോണിലെ എനിക്ക് പൊങ്കാല വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആദ്യം ക്യാമറ കാണിച്ചിട്ട് വരാം, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എങ്ങനെ പോവും എന്ന് നോക്കാവേ. ക്യാമറയും കൊണ്ട് നേരെ ഞാൻ ബാബാസിലേക്ക് വന്നു. പൊങ്കാല തിരക്കായതുകൊണ്ട് 2 വീലറിലാവുന്ന കേട്ടോ. അയ്യോ, പണി പാളിയാണ് നിൽക്കുന്നത്, ഭയങ്കര വെയിൽ പുറത്ത്. അപ്പോൾ ക്യാമറ കൊണ്ടുവന്ന സംഭവം ഇവിടെ കാണിച്ചപ്പോൾ ഇവിടെ അവർക്ക് ശരിയാക്കാൻ പറ്റില്ല. സോണിയുടെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കണം. അത് കേശവദാസപുരത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഞാൻ വാറണ്ടി കാർഡ് എടുത്തില്ല. വാറണ്ടി കാർഡ് എടുക്കാൻ ഇനി നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ വെയിലൊട്ടും സഹിക്കാൻ വയ്യ, ചൂടൊട്ടും സഹിക്കാൻ വയ്യ. ഉള്ളിലൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി ഞാൻ ജിഗർദണ്ട കുടിക്കാനായിട്ട് കയറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഗർദണ്ട. വേദയ്ക്കിപ്പോൾ കുടിച്ച് ജിഗർദണ്ടയൊന്നും വേണ്ട കേട്ടോ. ഇത് ഭയങ്കര നമ്മുടെ ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പ് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് തണുപ്പ് കിട്ടട്ടെ എന്ന് കരുതി അവിടെ കുടിക്കാനായിട്ട് കയറിയത് കേട്ടോ. പക്ഷേ പഴയൊരു ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ ജിഗർദണ്ടയ്ക്ക് ഇല്ല കേട്ടോ. എന്തായാലും പുറത്ത് ചൂടും വെയിലും അൺസഹിക്കബിൾ, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അമ്മയെ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും പുറത്തെ അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂട് കേട്ടോ. അവിടെ നിന്ന് നേരെ ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. സോണിയുടെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വാറണ്ടി കാർഡിലൂടെ കൊടുത്താൽ ചിലപ്പോൾ സർവീസിന് പൈസ എടുക്കില്ല, വാറണ്ടി ഉണ്ടെങ്കിൽ എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെടുക്കാനാണ് വീട്ടിൽ വന്നത്. ഇനി എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവന്ന് സർവീസ് സെൻറ്ററിൽ കൊടുക്കണം. അപ്പോൾ പൊങ്കാല വിശേഷമല്ല, എനിക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. വലിയ പ്രതീക്ഷയായിരുന്നു. എന്തായാലും ഞാനതെല്ലാം തപ്പിപ്പറക്കി ഇവിടെ കിടക്കുന്നൊന്നും ഇനി അതെല്ലാം തപ്പിപ്പറക്കി എടുത്ത് തിരിച്ചിനി സോണിയുടെ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് വരാവേ. കിട്ടി കേട്ടോ. ബോക്സോടെ തന്നെ ഇങ്ങ് എടുത്തു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അത് വേണം ഇത് വേണമെന്ന് പറയണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൂടെ ഇങ്ങ് എടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് കൊടുത്തിട്ട് വരാം. എന്നിട്ട് വേദയെ വിളിക്കാൻ അതിന് മുന്നേ ഞാൻ ഇങ്ങ് എത്തണം. പിന്നെന്താ, കളറിങ് നടന്നില്ല, വേദയ്ക്ക് ഡ്രസ്സ് എടുപ്പ് നടന്നില്ല, ഒന്നും നടന്നില്ല. വേദയ്ക്ക് ഡ്രസ്സ് വൈകുന്നേരം അവളോട് വന്നിട്ട് എടുക്കാം. ഇവിടെ അടുത്ത് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ പോയി എടുക്കാം. അടുത്ത് നേരെ സോണിയുടെ സർവീസ് സെൻറ്ററിൽ ചെന്നു. ഇത് കേശവദാസപുരത്താട്ടോ ഇവിടെ അവരുടെ സർവീസ് സെൻറ്റർ. അവിടെ ചെന്നപ്പോൾ പണിപ്പാളി മക്കളെ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ക്യാമറ കിട്ടും, എറണാകുളം പോയി അതെന്തോ റിപ്പയർ ചെയ്തിട്ടൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടു എൻ്റെ പൊങ്കാല വീഡിയോസൊക്കെ ഞാൻ എങ്ങനെ എടുക്കും, എന്താ പറഞ്ഞാലും നടക്കില്ല, ഒരാഴ്ച എടുക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ, വലിയ കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. ചില സമയങ്ങളിൽ അത് സ്റ്റക്കായി നിൽക്കും. എന്തായാലും ക്യാമറ കൊടുത്തിട്ട് വന്നു. എന്നിട്ട് വീണ്ടും വെള്ളം ദാഹം കേട്ടോ. പിന്നെ നമ്മുടെ വലിയ വിളയുള്ള ഓറഞ്ച് നിറന്നണ്ടി കിട്ടുന്ന ആ കടയിൽ കയറി ഒരു ഓറഞ്ച് നിറന്നണ്ടി വാങ്ങി കുടിച്ചു കേട്ടോ. അയ്യോ, അവിടെ ചെന്ന് ഓർഡർ ചെയ്തപ്പോൾ ഭയങ്കര നീണ്ട ക്യൂ. അങ്ങനെ വെള്ളം ദാഹിച്ച് വന്ന ഞാൻ ആ ക്യൂവിൽ നിന്ന് കുറച്ച് സമയം നിന്ന ശേഷം ഓറഞ്ച് ജ്യൂസ് കിട്ടി. അത് ഭയങ്കര ആശ്വാസത്തോടെ കുടിച്ച ശേഷം നേരെ ഞാൻ വേദയെ വിളിക്കാൻ ചെന്നു. വേദയെ വിളിക്കാൻ എപ്പോൾ ചെല്ലുമ്പോഴും കുട്ടികളിങ്ങനെ വരാൻ കേട്ടോ, വീഡിയോസ് കാണാറുണ്ട്, ഹായ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുട്ടികളിങ്ങനെ വരാറുണ്ട്. അതിൽ മെയിനായിട്ട് ഓടി വന്ന കുട്ടിയാട്ടോ അവളുടെ പേര് ഞാൻ വിട്ടുപോയി. ഫസ്റ്റ് ബിയിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. നല്ലൊരു പേരാട്ടോ, അത് പെട്ടെന്ന് വായിൽ വരില്ല, അതുകൊണ്ടാണ് മറന്നുപോയത്. വേദയുടെ ഭയങ്കര ഫാനാണ്, വേദയെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഹായ് പറയാനായിട്ട് വന്നത് കേട്ടോ. എന്ന് ഞാനിവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെ വന്ന് മിണ്ടണമെന്നൊക്കെ പറയുന്ന അവളുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേദയും വിളിച്ചിട്ട് നേരെ നെട്ടയത്ത് പോയിട്ട് ഞാൻ ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ ചെന്ന് കേട്ടോ. ഒരു കുഞ്ഞല്ല, അത്യാവശ്യം വലിയൊരു തയ്യൽ കട കേട്ടോ, അല്ലാതെ വലിയ ബൊട്ടീക്കിലൊന്നും അല്ല ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും. ഈ ആൻറ്റി ആട്ടോ ഇതിൻ്റെ ഓണർ. എനിക്ക് എവിടെ സ്റ്റിച്ച് ചെയ്താലും ഒക്കില്ല. ഈ ആൻറ്റിയാണ് എനിക്ക് എപ്പോൾ സ്റ്റിച്ച് ചെയ്തെന്നാലും എനിക്കൊരു പെർഫെക്റ്റ് ഷേപ്പ് ചുരിദാറിനായാലും ബ്ലൗസിനായാലും കിട്ടണമെങ്കിൽ ഈ ആൻറ്റിയുടെ കൈ കൊണ്ട് തന്നെ, ഈ ആൻറ്റിയുടെ കൈ കൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരെല്ലാവരും കൂടെ സഹകരിച്ച് സ്റ്റിച്ച് ചെയ്താലേ പറ്റുള്ളൂ. ഈ ആൻറ്റിയുടെ അളവ് എടുക്കലും കൂടെ ആകുമ്പോഴേ എനിക്കത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. വേറെ എത്ര വലിയ ബൊട്ടീക്ക് കൊടുത്താലും ഈ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എത്ര ഇതാണെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ് സ്റ്റിച്ച് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അവർ കുഞ്ഞു വർക്കൊക്കെ ആണെങ്കിലും ചെയ്തു തരും, അത്യാവശ്യം വലിയ വർക്കും ഒക്കെ ചെയ്തു തരും കേട്ടോ. സാരി മറ്റേ വെഡ്ഡിങ് ബ്ലൗസൊക്കെ ചെയ്യുന്നതാണ്.
ബ്ലൗസാണ്. അപ്പോൾ ഇത് ഞാൻ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിയ ബ്ലൗസ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കാണിക്കുമ്പോൾ അറിയാൻ പറ്റും എത്രയ്ക്ക് നന്നായിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് കേട്ടോ. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ, ബ്ലൗസ് കൊടുക്കാൻ വന്നപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ ആൻറ്റിക്ക് ഈ സ്റ്റിച്ചിങ് കട മാത്രമല്ല, ഈ സ്റ്റിച്ചിങ് ഷോപ്പ് മാത്രമല്ല, മുകളിൽ ആൻറ്റിക്ക് ഒരു കുഞ്ഞ് ടെക്സ്റ്റൈൽസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറുതല്ല, ഒരു കുഞ്ഞ് ടെക്സ്റ്റൈൽസ്. ഇവർ സ്റ്റിച്ച് ചെയ്യുന്ന തുണികളും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വന്നപ്പോൾ അതെല്ലാം കൂടെ ചുമ്മാ ഒന്ന് ചുറ്റി കാണിച്ചു എന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. മറ്റുള്ളവരുടെ ആ കാര്യം എനിക്കറിയില്ല, എനിക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ഇതായിട്ട് തരും കേട്ടോ. എന്നിട്ട് ബ്ലൗസ് എല്ലാം ഇട്ട് നോക്കി കറക്റ്റ് ആണെന്ന് നോക്കിയ ശേഷം വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് നേരെ ഞാൻ ഒരു കടയിൽ പോയിട്ട് പൊങ്കാല സാധനങ്ങളെല്ലാം വാങ്ങുകയാണ് കേട്ടോ. നമ്മുടെ തച്ചൂട്ടാവിലുള്ള ഒരു കടയാണ്, ഇവിടെ ഹോൾസെയിലായിട്ടൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ 3 കലത്തിൽ പൊങ്കാല ഇടുന്നുണ്ട്, മണ്ടപ്പുറ്റ് തെരളിയൊക്കെ ഇടുന്നുണ്ട്. അപ്പം അത് കണക്കാക്കിയിട്ട് അതിൻ്റെ അളവിന് വാങ്ങണം. അപ്പോൾ അവരോട് പറയുമ്പോൾ 1/4 കിലോ അല്ലെങ്കിൽ 1/2 കിലോ സാധനം, 1/2 കിലോ ഇത് എന്ന് കറക്റ്റ് മെഷർമെൻറ്റിൽ വാങ്ങാൻ പറ്റും. അങ്ങനെ അവരിൽ നിന്ന് കുറച്ച് സാധനം എല്ലാം വാങ്ങിയ ശേഷം വേദയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വൈകിട്ടായി കേട്ടോ. വേദയ്ക്ക് ട്യൂഷനെല്ലാം കഴിഞ്ഞ ശേഷം പൂജപ്പുര ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ, അവിടെ വന്നു. സിറ്റിയിലോട്ടൊന്നും അടുക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര തിരക്കായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ രാവിലെ എടുക്കണമെന്ന് വെച്ചിട്ട് ഒരു കാര്യവും നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വൈകിട്ടത്തേക്ക് മാറ്റിയത്. വേദയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വരാമെന്ന് കരുതി. അപ്പോൾ വേദയുടെ ഇഷ്ടത്തിനൂടെ എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ട്രെൻഡ്സിൽ വന്ന് നോക്കിയിട്ട് എനിക്ക് കുട്ടികളുടെ കളക്ഷൻസ് ഒന്നും ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനത്തിൻ്റെ സൈസ് ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് അവിടെ വലിയ രീതിയിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ എടുത്ത് പറയാനായിട്ട്. ഞാൻ ഒരുപാട് നാളായി ട്രെൻഡ്സിൽ കയറിയിട്ട്, മിക്കവാറും മാക്സിൽ നിന്ന് ഓൺലൈനായിട്ടൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അതുകൊണ്ട് വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് ട്രെൻഡ്സിൽ തോന്നുന്നില്ല. ഇത്രയും സമയം വേദ പൊങ്കാലയ്ക്ക് വരുന്നില്ല, അങ്ങ് കള്ളിക്കാട് അമ്മൂമ്മ എടുക്കുക പോവാന്നൊക്കെ പറഞ്ഞ് നിന്നതാട്ടോ. പക്ഷേ പെട്ടെന്ന് തീരുമാനം മാറ്റിയപ്പോൾ ഡ്രസ്സ് പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടിയില്ല, ഇനി വേറെ എവിടെന്നെങ്കിലും എടുക്കണം. എന്നിട്ട് ഞങ്ങൾ തിരുമലയും വട്ടിയൂർക്കാവിലും ഒക്കെ ഉള്ള സകലമാന കുഞ്ഞു കടകളിലും കയറി നോക്കി കേട്ടോ. അവിടെ എങ്ങും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കയ്യും കാലും ഇല്ലാത്ത ഡ്രസ്സൊക്കെ അല്ലേ ഇഷ്ടം, അതൊന്നും ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല കേട്ടോ. ഒരുപാട് കടയിൽ കയറി ഇറങ്ങി. അവസാനം നിവൃത്തിയില്ല എങ്കിൽ വേദ പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഇടേണ്ടി വരും. സിറ്റിയിലോട്ടുള്ള പോക്ക് അത്ര കാര്യമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഭയങ്കര തിരക്കും, റോഡൊക്കെ ഭയങ്കര തിരക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ അങ്ങ് മടിക്കുന്നത് സിറ്റിയിലോട്ട് പോയി എടുക്കാമെന്ന്. ചിലപ്പോൾ ഞാൻ നാളെ പോയി വേദയ്ക്ക് എടുക്കും. ഇനി മടിക്കുകയാണെങ്കിൽ അതും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അലങ്ങി തിരിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളെ കാണാനായിട്ട് താഴത്തെ വീട്ടിലെ ദേവവേദ സായി എന്ന് പറഞ്ഞിട്ടുള്ള മോളും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, നമ്മുടെ തൊട്ട് നെയ്ബറാണ് താമസിക്കുന്നത്, ഒരു പുതിയതായിട്ട് താമസത്തിന് വന്നതാണ്. വേദയ്ക്ക് സോനും പപ്പടി എല്ലാം വാങ്ങിയിട്ട് വന്നതാട്ടോ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണും, ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നതാണ്. ഒരുപാട് സന്തോഷം തോന്നി ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ. എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.